ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പേരിൻ്റെ മഹാത്മ്യത്തെ ചൊല്ലി തർക്കവിതർക്കങ്ങൾ പലതുണ്ട് താനും. ഒരു കാലത്ത് കേരളത്തിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരേ പേരുകാർ അവർ കണ്ണൂരിൽ ഒത്തുചേർന്നു. ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പേരുകാരുടെ സംസ്ഥാന സമ്മേളനം. ഒന്നല്ല രണ്ടല്ല, ഒരു ഹാൾ നിറയെ രാജേഷുമാർ. സംശയിക്കേണ്ട, രാജേഷുമാരുടെ സമ്മേളനമാണ്. രാജേഷ് എന്ന് വിളിച്ചാൽ എല്ലാവരും തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ ഏതു രാജേഷ് എന്ന് കൺഫ്യൂഷൻ അടിക്കും. എൺപതുകളിലും 90കളിലും ഒരൽപ്പം ഫാഷൻ പേരായിരുന്നു രാജേഷ്. ഇപ്പോൾ വ്യാപകമല്ലെന്ന് ഈ പേരുകാർ തന്നെ സമ്മതിക്കുമ്പോഴും എണ്ണത്തിൽ അല്പം മുൻതൂക്കമുണ്ടെന്ന് രാജേഷുമാർ പറയുന്നു. 6 പേരെ ചേർത്തുകൊണ്ട് ആരംഭിച്ച ഈ ഗ്രൂപ്പ് ഇന്ന് 500-ൽ പരം രാജേഷുമാരുടെ ഒരു സംഗമമായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ പെട്ടെന്ന് ചൂടാകുന്നവരാകാം, പക്ഷേ സേവന പ്രവർത്തനത്തിൽ അവർ ചാടി വീണ് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കലാപരമായ താല്പര്യങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളൊക്കെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന രാജേഷുമാരുടെ സംഗമം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പേരിന്റെ അർത്ഥവും ഇവർ തന്നെ പറഞ്ഞു തരും. രാജാക്കന്മാരുടെ ഈശ്വൻ അല്ലെ രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിലുള്ള ഈ പേര് ഇനിയും ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. രാജേഷുമാർ എല്ലാം ചേർന്ന് ഒരു സംസ്ഥാനതല കൂട്ടായ്മ തന്നെ രൂപീകരിച്ചു. ആദ്യ സംഗമം കണ്ണൂർ മാങ്ങാട്. ജീവകാരുണ്യ പ്രവർത്തനം പ്രധാന ലക്ഷ്യം. ഇന്ന് സംഗമത്തിന് വരുന്ന ഒരു രാജേഷ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതി തരുന്നുണ്ട്. അവരുടെ അഡ്രസ്സ്, ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഗമം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജേഷുമാർ എന്ന രീതിയിൽ എല്ലാവരും നമ്മൾ അതായത് പെട്ടെന്ന് സാധാരണ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ്. നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. പല ഹൃദയങ്ങളിൽ ഒരു മനസ്സായി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയ ആശയം ഒടുവിൽ സംഘടനയായി വളർന്നിരിക്കുന്നു. 24 കണ്ണൂർ.